നമസ്കാരം. ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ 2025 സെപ്റ്റംബർ 22-ാം തീയതി കന്നിമാസം 6-ാം തീയതി നവരാത്രി വ്രതം ആരംഭിക്കുകയാണ്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വരാൻ പോകുന്നത്. 9 രാത്രിയും 10 പകലുകളുമായി നമ്മൾ ദുർഗാദേവിയുടെ 9 രൂപങ്ങളെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവതിയുടെ ഈ 9 രൂപങ്ങൾ നവദുർഗ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1-ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭഗവതിയുടെ ശൈലപുത്രി രൂപത്തെയാണ്. ഭഗവതിയുടെ രൂപം എന്താണ്? നന്ദി ഭഗവാൻ എന്ന വൃഷഭത്തിൻ്റെ മുകളിൽ ആരൂഢയായിരിക്കുന്ന ഭഗവതിയാണ് ശൈലപുത്രി. ഭഗവതിയുടെ ഇടത്തെ കയ്യിൽ താമരയും വലത്തെ കയ്യിൽ ത്രിശൂലവുമുണ്ട്. നാം നാളെ ഭഗവതിക്ക് അർച്ചന ചെയ്യേണ്ട പുഷ്പം മുല്ലപ്പൂവാണ്. ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ദേവിക്ക് മുല്ലപ്പൂക്കൾ സമർപ്പിക്കാം. അന്നേ ദിവസം ഭഗവതിക്ക് സമർപ്പിക്കേണ്ട മറ്റൊരു സാധനം നെയ്യാണ്. നമ്മൾ രാവിലെ കുളിച്ച് ശുദ്ധമായി പൂജാമുറിയിൽ 5 തിരിയിട്ട് നെയ്വിളക്ക് കൊളുത്തി വെച്ച് ആദ്യം വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച ശേഷം ശൈലപുത്രി ദേവിയുടെ നാമങ്ങൾ ജപിക്കാവുന്നതാണ്. ലളിതാ സഹസ്രനാമം, ദേവി മാഹാത്മ്യം, നമുക്ക് എന്താണോ ജപിക്കാൻ സാധിക്കുക ആ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ ഓം ശൈലപുത്രിയേ നമഃ എന്ന നാമം ജപിച്ച് മുല്ലപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്താവുന്നതാണ്. ചന്ദ്രഗ്രഹത്തെ ഭരിക്കുന്ന ഭഗവതിയാണ് ശൈലപുത്രി. ഇപ്പോൾ ചന്ദ്രദശാകാലം അനുഭവിക്കുന്ന ആളുകൾ, അതുപോലെ ജാതകത്തിൽ ചന്ദ്രൻ ദോഷഭാവത്തിൽ നിൽക്കുന്ന ആളുകൾ, തൊഴിൽ സംബന്ധമായി ബുദ്ധിമുട്ടുള്ളവർ, തൊഴിലന്വേഷകർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഭഗവതിയുടെ രൂപമാണ് ശൈലപുത്രി രൂപം. ഇനി നമുക്ക് ആരാണ് ശൈലപുത്രി എന്ന് നോക്കാം. സാക്ഷാൽ പാർവതീ ദേവിയാണ് ശൈലപുത്രി. നമുക്കറിയാം, മഹാദേവൻ വിവാഹം കഴിച്ചത് സതീദേവിയെയാണ്. ദക്ഷൻ്റെ പുത്രിയായ സതീദേവിയെയാണ് ഭഗവാൻ വിവാഹം കഴിച്ചത്. ദക്ഷൻ യാഗം നടത്തുന്ന സമയത്ത് ഭഗവാന്റെ സമ്മതമില്ലാതെയാണ് അച്ഛൻ്റെ അടുത്തേക്ക് സതീദേവി പോയത്. അവിടെ വെച്ച് സതീദേവി അപമാനിതയാകുന്നു. ആ അപമാന ഭാരത്താൽ സതീദേവി തൻ്റെ സ്ഥൂല ശരീരം ഉപേക്ഷിക്കുന്നു. ഇതിൽ കുപിതനായ ഭഗവാൻ ദക്ഷനെ വധിക്കുകയും ചെയ്യുന്നു. ഈ കഥകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഹിമവാന്റെ കഠിന തപസ് മൂലം ഭഗവതി അദ്ദേഹത്തിൻ്റെ പുത്രിയായി ഭൂമിയിൽ വീണ്ടും അവതരിച്ചു. പർവ്വതരാജൻ്റെ പുത്രിയായതിനാൽ ആ കുഞ്ഞിന് പാർവതി എന്ന് പേര് ലഭിക്കുന്നു. ശൈലം എന്ന വാക്കിൻ്റെ അർത്ഥം പർവ്വതം. ശൈലത്തിൻ്റെ പുത്രി എന്ന നിലയിൽ ശൈലപുത്രി എന്ന് ഭഗവതിയെ വിളിക്കുന്നു. സാക്ഷാൽ ശ്രീ പരമേശ്വരിയാണ് ശൈലപുത്രി. ഭഗവതിയെ ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്നത് ആ ബാല്യരൂപമാണ്. ഹിമവാന്റെ പുത്രി രൂപത്തിലിരിക്കുന്ന ദേവിയെയാണ് നാം ആരാധിക്കുന്നത്. നവരാത്രി ദിവസം തുടങ്ങുന്നത് മുതൽ പൂജ എടുക്കുന്നത് വരെയുള്ള ദിവസങ്ങൾ പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരും വ്രതം എടുക്കേണ്ടതാണ്. ഇങ്ങനെ എടുക്കുന്ന വ്രതം സർവ്വവിധ ഐശ്വര്യവും കൊണ്ടുതരുമെന്നാണ് പറയപ്പെടുന്നത്.